ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണ് ഗൈസ്. അപ്പം ഞാൻ എൻ്റെ അനിയത്തി കൂടെ വൈകിട്ട് നമ്മുടെ അടുക്കള ഭയങ്കരമായിട്ടും മെസ്സായി കിടക്കുമായിരുന്നു ഗൈസ്. ഫുള്ളും അഴുക്കായി കിടക്കുമായിരുന്നു. രാവിലെ വൃത്തിയാക്കിയിട്ട് പോയാണ്, ഞങ്ങൾ തന്നെയാണ് അങ്ങനെ ആക്കിയത്. അപ്പം കുറച്ചേറെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കൂടുതലും പ്ലേറ്റുകളാണ് ഗൈസ്. കഴിച്ച പ്ലേറ്റ് തന്നെയാണ്. അപ്പം കഴിക്കുന്ന സാധനം നമ്മൾ അപ്പം പാത്രങ്ങൾ കഴുകുവാണ്. ഇത്രയും പാടില്ല. ഞങ്ങൾക്കൊരു മടി പോലെ ഞങ്ങളതൊന്നും കഴുകിയില്ല. വൈകിട്ട് കഴുകാമെന്ന് വെച്ചു. അങ്ങനെ കഴിച്ച് ഞാൻ പാത്രമെല്ലാം നല്ലപോലെ കഴുകുന്നത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി തുറന്നിട്ടാണ് പാത്രം കഴുകുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ കഴുകാനാണ് എനിക്ക് ഇഷ്ടം. ഇച്ചിരി വെള്ളം വെച്ച് പാത്രം കഴുകുന്നത് എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ അപ്പം കഴിക്കുന്ന പാത്രം അപ്പം അത് വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗേസ്. പിന്നെ ഞാൻ ഈ കഴുകി കൊടുക്കുന്ന പാത്രമെല്ലാം അവിടെ എടുത്ത് ഷെൽഫിൽ വെക്കുവാണ് ഗേസ്. എവിടെ വെക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അവിടെ തന്നെ കയറ്റി വെക്കുവാണ്. പിന്നെ നിങ്ങൾ പാത്രം തുടച്ചണം ഗേസ്. ഞങ്ങൾ തുടയ്ക്കേണ്ട ആവശ്യമില്ല. അത് ഒരു കിഴുത്തുള്ള ഇതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം പൊക്കോളും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ വല്ല ഒന്ന് തൂത്ത് ഗൈസ്. പിന്നെ ഒരു തവി കഴുകാനുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ പാത്രം ഫുള്ളും മെസ്സായിട്ടാണ്. വെള്ളവും കാപ്പിമട്ട എല്ലാം ആയിരുന്നു ഗൈസ്. രാവിലെ തേയിലുള്ള എന്തായിരുന്നു, അതിൻ്റെയും കൂടെ മെസ്സൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ പാൻ ഉണ്ടായിരുന്നു, അതിനും കഴുകി. പിന്നെ ഗ്യാസ് മോഡലും തുടച്ചു. തറ കഴിച്ചപ്പോഴത്തേനും തറ പിന്നെ കടൽ പോലായി കഴുകി കഴിഞ്ഞപ്പോഴത്തേനും പാത്രം. പിന്നെ അവിടെ ഫുള്ള് ഞാനൊന്ന് വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞ് തുടച്ചെല്ലാം കഴിഞ്ഞ് ഗൈസ്. പിന്നെ വൃത്തിയാക്കിയപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ അടുക്കള. എങ്ങനെയുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. വലിയ അടുക്കളയല്ല, കുഞ്ഞൊരു അടുക്കളയാണ് ഗൈസ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ വെള്ളക്കലത്തിൽ വെള്ളമില്ല. അപ്പോൾ 1 കുടം വെള്ളമായി, 2 കുടം വെള്ളമായി, 3 കുടം. തോന്നി ഞാൻ 4 കലം വെള്ളം, 4 കലമല്ല 4 കുടം വെള്ളമെങ്കിലും കോരി കാണും. വെള്ളം കോരി വെച്ചപ്പോഴത്തേന് കുറച്ച് ഒരു അടുക്കളയുടെ കയറുന്ന ഭാഗം ഒന്നുകൂടെ ഇതായി. അപ്പോൾ ഞാൻ വീണ്ടും കഴിക്കും. അപ്പം ബൈ ബൈ.